ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നുകളഞ്ഞു. അതിൻ്റെ കാരണം ഞാൻ അറിയാതെ പല ബന്ധങ്ങളും ഞാൻ അറിയാതെ വീട്ടിൽ നിന്ന് സ്വർണ്ണങ്ങളെടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് 2 മക്കളാണ്. മൂത്തവൻ ക്യാൻസർ പേഷ്യൻ്റാണ്. അവർക്ക് അതിലൊന്നും ഒരു വിഷമവുമില്ല. അവർക്ക് ആഡംബര ജീവിതം നയിക്കണം. ഉണ്ടാക്കിയ മുതലുകളെല്ലാം നശിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൾ അമ്മയുടെ കൂടെ പോയി താമസിക്കുകയാണ്. അപ്പോൾ അതിൽ എനിക്ക് വിഷമമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ വരികയും അവിടെ വന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണമെന്നും ഒരു 5 പൈസയുടെ മുതൽ അവർക്കില്ല. അതുപോട്ടെ, എനിക്ക് വിഷമമില്ല. പക്ഷേ എങ്കിലും ഡീലിൽ തന്നെ അനാവശ്യം പറയുകയും അനാവശ്യമായിട്ടുള്ള രീതിയിൽ പോവുകയും ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ അടുത്തുള്ള എൻ്റെ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഒന്ന് അന്വേഷിച്ചാൽ കാര്യങ്ങൾ അറിയാം. 1-ന് 2 വണ്ടി പഠിപ്പിച്ചു, വണ്ടി മേടിച്ചു കൊടുത്തു. അനാവശ്യമായ പോക്കാണ്. ഞാൻ പറയുന്നത് വണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കിടന്ന എൻ്റെ പേരെഴുതിയ ഞാൻ ഇട്ട് കൊടുത്ത മോതിരം ഞാൻ അറിയാതെ പണയം വെക്കുകയും പണയം വെച്ചോ വിറ്റോ എന്നറിയില്ല. എന്നിട്ട് വളരെ ധിക്കാരപരമായിട്ട് അടുത്ത വണ്ടി മേടിക്കുകയും എവിടുന്നോ ജോലി വരണോ ഒപ്പിച്ച് അതുപോലെ വേറെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല എൻ്റെ ഭാര്യയ്ക്ക്. എന്നാൽ അവൾ അധ്വാനിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മദ്യപാനിയല്ല, പുകവലിയില്ല, ഇതൊരു കാര്യങ്ങളുമില്ല. എങ്കിലും നമ്മളെ വളരെയധികം അവരുടെ അമ്മയും അവളിപ്പോൾ ഒരു പാർട്ടിക്കകത്ത് പോയി കയറിയിട്ടുണ്ട്. പാർട്ടിയിൽ പോകുന്ന എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടിയിൽ പോവുകയും പാർട്ടിയിലുള്ളവന്മാർ അതിന് പിന്തുണ നൽകുകയും എന്തു വന്നാലും ഞങ്ങളുണ്ടെന്ന് പറയുകയും രാത്രി കാലങ്ങളിൽ പോവുക വരിക ഇതൊക്കെയാണ് അവൾ ചെയ്യുന്നത്. അതിൻ്റെ പേരിലാണ് ഇത് ചെയ്യേണ്ടി വന്നത്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുത്തു, ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് കഴിയാം. എന്നിട്ട് അത് കേൾക്കാതെ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതിൻ്റെ പേരിൽ ഇതൊക്കെ ചെയ്തു. 2024 ഞാൻ അറിയാതെ എൻ്റെ വീട്ടിൽ നിന്ന് സ്വർണം 86,000 രൂപയ്ക്ക് പണയം വെക്കുകയും ആ പൈസ എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോൾ 20,000 രൂപയ്ക്ക് വീണ്ടും കൊണ്ട് പണയം വെക്കുകയും നമ്മൾ വിശ്വസ്തയോടുകൂടി നിർത്തി വിശ്വാസത്തോടു കൂടി നിർത്തുമ്പോൾ വിശ്വാസവഞ്ചന കാണിക്കുന്ന ഗുരുമാരെ പോലുള്ള വ്യക്തികളെ ഒരുപാട് ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ എല്ലാവരും മനസ്സിലൊരുക്കി ജീവിക്കണമെന്നുള്ള പേരിൽ നടക്കുകയാണ്. പക്ഷേ മനസ്സിലൂടെ ക്ഷമിച്ചു, എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആണുങ്ങൾ മക്കളുടെ കാര്യം എങ്ങനെ ആവും എന്നെല്ലാം പല പ്രാവശ്യം ചിന്തിച്ചിട്ടാണ് ഞാനിവിടെ ഒരുപാട് കാര്യങ്ങൾ വിട്ടത്. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല. തോന്നുമ്പം വരിക, തോന്നുമ്പം പോവുക, നാട്ടുകാരെന്നെ കണ്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്.